ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്നൊരു കുട്ടിയായിരിക്കും അനാമിക എന്ന് പറയുന്നത്. അനാമിക വിഷ്ണു. അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. യൂട്യൂബർ എന്നുള്ള നിലയിലെല്ലാം നമ്മൾ അവരെ അറിയാൻ തുടങ്ങുന്നത്. അനാമിക എന്ന് പറയുന്ന കുട്ടി ഒരു അനാഥാലയത്തിൽ വളർന്ന കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. പിന്നെ അമ്മയുടെ അമ്മയായിരുന്നു ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നത്. ആ കുട്ടിയുടെ അച്ഛൻ നേരത്തെ വിവാഹം കഴിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുകയായിരുന്നു. അമ്മയുടെ അമ്മ തീരെ അവശയായിട്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ നോക്കാൻ വയ്യായിരുന്നു. പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ശിശുക്ഷേമ സമിതിക്കാര് ഈ കുട്ടീനെ ഒരു അനാഥാലയത്തില് കൊണ്ടുവന്നാക്കുകയാണ് ചെയ്തത്. അച്ഛൻ എനിക്ക് ഈ കുട്ടീനെ നോക്കാൻ പറ്റില്ല എന്ന് എഴുതി കൊടുത്തതിനെ തുടർന്നാണ് ഈ കുട്ടീനെ അനാഥാലയത്തിൽ കൊണ്ടുവരുന്നത്. ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറയുന്ന അനാഥാലയത്തിലാണ് ഈ കുട്ടിയെ കൊണ്ടുവന്ന് ആക്കുന്നത്. അവിടെയാണ് പിന്നീട് ഒരു 3-4 വർഷത്തോളം ആ കുട്ടി ജീവിച്ചത്. അപ്പൊ ആ കുട്ടി ഒരു ദിവസം സ്കൂളിലൊക്കെ പോയി വന്നിരുന്ന് കരയുന്നത് കണ്ട ആ സ്ഥാപനത്തിന്റെ ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ ലേഡിയുടെ പേരാണ് ഉദയഗിരിജ. അപ്പൊ അവര് കണ്ടു ഈ കുട്ടി കരയുന്നതായിട്ട്. അപ്പൊ എന്താ കരയുന്നേ ചോദിച്ചപ്പോ എല്ലാവരും ഉണ്ട്, അച്ഛനും സ്കൂളിലൊക്കെ എല്ലാ കുട്ടികൾക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി കരഞ്ഞു. അപ്പൊ ഇവർക്ക് ഈ ഉദയഗിരിജ എന്ന് പറഞ്ഞ അവര് വളരെ ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണ്. അവർക്ക് വളരെ വിഷമായി. അവര് പറഞ്ഞു, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിനക്ക് ആരുമില്ല എന്നുള്ള വിഷമം വേണ്ട, ഞാൻ എന്നെ അമ്മയെ പോലെ കണ്ടാൽ മതി, ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ആ കുട്ടിയെ അമ്മയെ പോലെ തന്നെ ടേക്ക് കെയർ ചെയ്തു. കുറച്ചുകൂടെ കഴിഞ്ഞ് ആ കുട്ടിക്ക് വിവാഹപ്രായമായപ്പോൾ ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ലേഡി അവരുടെ മോൻ വിഷ്ണുവിനെ കൊണ്ട് ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു. വളരെ വലിയൊരു മനസ്സാണ്. അനാഥാലയത്തിൽ വളർന്നൊരു കുട്ടി, സ്വന്തം വീട്ടുകാർ വരെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചൊരു കുട്ടിയെ ഏറ്റെടുക്കാന്നല്ല, ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാൻ അവർ കാണിച്ചത് വലിയൊരു മനസ്സാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വിവാഹം വളരെ ആഘോഷമാക്കിയതായിരുന്നു. കാരണം ഇത് നല്ലൊരു പെൺകുട്ടിയാണ് ഈ അനാമികയ്ക്ക് നല്ലൊരു ലൈഫ് കിട്ടിയാൽ എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ അവര് നന്നായിട്ട് ജീവിക്കുകയായിരുന്നു. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈയിടെ അവരുടെ പേരിൽ വിവാദം ഉണ്ടായിരുന്നു. ഈ അനാമിക പറഞ്ഞ കുട്ടി പിന്നീട് പ്രഗ്നന്റ് ആയി പ്രസവിച്ചു. അപ്പൊ ഈ പ്രസവിച്ച് കുട്ടിയെ കൊണ്ടുവന്നപ്പോ ആരും അനാമികയെ തീരെ ശ്രദ്ധിച്ചില്ല. എല്ലാവരും കുട്ടിയെ നോക്കുന്ന തിരക്കിലായിരുന്നു. അനാമികേനെ എന്താരും കെയർ ചെയ്യാത്തത്. അനാമികേനെ കിടക്കാൻ പറഞ്ഞില്ല. കുട്ടീന്റെ അടുത്ത് അമ്മ ഉദയഗിരിജ എന്ന് പറയുന്ന ആ ലേഡിയാണ് കിടന്നത് എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. തോന്നിയ പോലെ കമന്റ് ഇട്ടിട്ട് തോന്നിയ പോലെ പറയുന്നൊരു സ്വഭാവമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര വിവാദമായി. അവര് ഭയങ്കര സൈബർ ബുള്ളിങ് നേരിട്ട് അവസാനം അവരതിന് വിശദീകരണമൊക്കെ ആയിട്ട് വരികയൊക്കെ ചെയ്തിരുന്നു. അവര് അങ്ങനെയും ചെയ്യുന്നു വിചാരിക്കേണ്ട കാര്യമില്ല. അവര് വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈ അനാമിക പറയുന്ന കുട്ടിയെ കൊണ്ടു നടക്കുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പൊ അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു പുതിയ വിശേഷം വന്നിരിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ്, ഇപ്പൊ ഇതിന് മുൻപ് ഒരു കാലത്ത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രായമുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും പെട്ടെന്ന് ഒരു ദിവസം കല്യാണം കഴിക്കുന്നു. എന്നിട്ട് എള്ളോളം തരി പൊന്നെന്തിനാന്ന് പറഞ്ഞ പാട്ടും ഇട്ടിട്ട് അവര് ഒരു റീൽസ് ചെയ്തിട്ട് അങ്ങ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. ഇത് ഇടക്കാലത്ത് ഒരു 2-3 വർഷം മുൻപ് ഭയങ്കര ട്രെൻഡായിരുന്നു. ഒരുപാട് കുട്ടികൾ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ഒരുപാട് റീൽസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ഒക്കെ കഴിഞ്ഞുപോയി. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡാണ് തോന്നുന്നു ഈ അമ്മമാരെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ലേഡി, അവരുടെ ഹസ്ബൻഡ് നേരത്തെ മരിച്ചതാണ്. അവർക്ക് മക്കളൊക്കെ ഉണ്ട്, 3-4 കുട്ടികളുണ്ടെന്ന് തോന്നുന്നു, ഈ വിഷ്ണു അടക്കം. അപ്പൊ ഈ മക്കളെല്ലാവരും ചേർന്ന് വളരെ സന്തോഷത്തോടു കൂടെ ഈ അമ്മയെ വിവാഹം കഴിക്കും. ഇപ്പൊ ഇതിന് തൊട്ട് മുൻപ് നമ്മള് വൈഷ്ണൂസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനല് അവരവരുടെ അമ്മയെ വിവാഹം കഴിപ്പിക്കണ്ടായി. അവരുടെ അച്ഛൻ 2-3 വർഷം മുൻപ് ഒരു ആക്സിഡന്റിൽ മരിച്ചു. അമ്മ ഒറ്റയ്ക്കായി പോണ്ടാന്ന് കരുതിയിട്ട് അവർ ഈയിടെ അമ്മയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ അവർ വളരെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ അനാമിക വിഷ്ണു എന്ന് പറയുന്ന അവരെല്ലാരും കൂടെ ചേർന്ന് ഈ അമ്മയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇന്നിപ്പോ അവര് അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. നോക്കണേ, മോൻ രണ്ടുപേരും ഒന്ന് നോക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം.
എന്തായാലും ഇതൊരു നല്ല കാര്യമാണ്. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ മക്കളൊക്കെ അവരുടെ കാര്യങ്ങൾ, അവരുടെ ജോലി, അവരുടെ കുട്ടികൾ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകും. അമ്മമാരും അച്ഛന്മാരൊക്കെ പാർട്ട്ണർ ഇല്ലാച്ചാൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ട്. ഇപ്പം ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ലേഡി, അവരത്ര പ്രായമൊന്നുമില്ല, വളരെ ചെറുപ്പമാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടൊരു ജീവിതം വേണ്ടത് തന്നെയാണ്. ഒരാളെ വിവാഹം കഴിച്ചു, അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചിട്ട് ജീവിതം അവിടെ തീർന്നു പോകുന്നൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇന്ന് അവർ വിവാഹം കഴിച്ചു. സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഒരുപാട് വീഡിയോസും ഒക്കെ ഉണ്ട്. കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്തായാലും അവർക്ക് എല്ലാവർക്കും എല്ലാ നന്മയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.